السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ മുഹറം മാസത്തിലെ ശ്രേഷ്ഠതയുള്ള മുഹറം 10 നാം ഓരോരുത്തരും ഉള്ളത്. ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വിശുദ്ധമായ ആരാധനയിൽ കൂടിയാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്ത് ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരു ഹിജ്റ വർഷത്തിൻ്റെ തുടക്കത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തഖ്വയും ക്ഷമയും ഉണ്ടെങ്കിലാണ് രണ്ട് ലോകത്തും ഒരു വിശ്വാസിക്ക് വിജയിക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. ജീവിതത്തിൽ തഖ്വയും ക്ഷമയും കൈവടിയാതിരുന്നാൽ പരീക്ഷണങ്ങളിൽ നമ്മൾ പതറിപ്പോകാതിരിക്കാനും അത് വിജയിക്കാനും ഇഹലോകത്ത് തന്നെ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാനും അതുവഴി സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ കഥ അള്ളാഹു വിശദീകരിച്ചിട്ടുള്ള സൂറത്ത് യൂസുഫ്, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു ആശയം കണ്ടെത്താൻ സാധിക്കും. മഹാന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ഭൂമിയിൽ നേരിടേണ്ടി വരുന്ന എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടോ ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയും
അതിലെല്ലാം അദ്ദേഹം വിജയിക്കുകയും അവസാനം ഒരു രാജ്യത്തിൻ്റെ തന്നെ ഭരണാധികാരിയായി മാറുകയും ചെയ്യുന്ന ചരിത്രമാണ് സൂറത്ത് യൂസുഫിലുള്ളത്. വിശുദ്ധ ഖുർആൻ ആ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. പ്രവാചകരെ, നിങ്ങൾക്ക് നാം ഒരു നല്ല കഥ, ഏറ്റവും നല്ല കഥകളിൽ മുന്തിയ ഒരു കഥയാണ് സൂറത്തു യൂസുഫിലൂടെ നാം താങ്കൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആമുഖമായി നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിടേണ്ടി വന്നത്. സഹോദരന്മാരെ, ആ ഒരു ചരിത്രം നമുക്ക് അള്ളാഹു വിശദീകരിച്ച് നൽകുന്നത് എന്തിനാണ്? വെറുതെ ഒരു കഥ പറഞ്ഞ് ഒരു കഥ കേട്ട് ആസ്വദിക്കാനല്ല. ലഖദ് കാന ഫി യൂസുഫ വഇഖ്വതിഹി ആയാത്തുൻ ലിസ്സായിലിൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും സംഭവങ്ങളിൽ, കഥകളിൽ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കൊക്കെയുണ്ട്. അഥവാ ആ ചരിത്രത്തെ നമ്മുടെ ജീവിതവുമായി കൊണ്ട് തട്ടിച്ചു നോക്കുമ്പോൾ, നമ്മുടെ നിത്യജീവിതവുമായി കൊണ്ട് ആ പരീക്ഷണ സംഭവങ്ങളെ തുലനം ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൽ ചില ഗുണപാഠങ്ങളുണ്ടാകും. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തുടക്കത്തിൽ തന്നെ, ചരിത്രത്തിന് തുടക്കത്തിൽ തന്നെ തന്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന വ്യാജേന അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അർസിൽഹു മഅനാ ഗദൻ യർത വയൽഅബ് വഇന്നാ ലഹു ലഹാഫിളൂൻ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് കളവ് പറഞ്ഞ് ആ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വഞ്ചിച്ചുകൊണ്ടാണ് ആ സഹോദരന്മാർ യൂസുഫ് നബിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ചെറിയ മക്കളാണ്, ചെറിയ കുട്ടികളാണ്. ആ കളവ് പറഞ്ഞ് ശീലിക്കുകയും കളവ് പറഞ്ഞു തുടങ്ങുകയും ചെയ്യുമ്പോൾ എന്താണ് കളവിന്റെ പരിണിത ഫലമായി കൊണ്ടുണ്ടാകുന്നത്? ലോകത്ത് നടക്കുന്ന ഏതൊരു തിന്മയാണെങ്കിലും, കൊലപാതകമാണെങ്കിലും, അതുപോലെ തന്നെ വൃത്തികേടുകളാണെങ്കിലും, തോന്നിവാസമാണെങ്കിലും എന്താണെങ്കിലും ശരി, അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ഒരു കാരണം ജീവിതത്തിൽ കളവ് ശീലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ കളവ് പറയുന്നുണ്ടെങ്കിൽ അവൻ ആ കളവിലൂടെ നയിക്കപ്പെടുന്നത് ഫുജൂറിലേക്കാണ്, തമ്മാടിത്തരങ്ങളിലേക്കാണ്, വേണ്ടാത്തരങ്ങളിലേക്കാണ്. ഒരു കളവൊരിക്കലും ഒരു മനുഷ്യനെ നന്മയിലേക്കും അതുപോലെ തന്നെ സുഹൃതങ്ങളിലേക്കും നയിക്കുകയില്ല. ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സഹോദരന്മാർ തങ്ങളുടെ പിതാവിന്റെ അടുക്കൽ വന്നുകൊണ്ട് കളവ് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? യൂസുഫിനെ, ചെറിയ കുട്ടിയാണല്ലോ, ഞങ്ങൾ കൂടെ ഒന്ന് കളിക്കട്ടെ, അവന് നാട് കണ്ടെന്ന് ആസ്വദിക്കട്ടെ, വീട് വിട്ടിറങ്ങട്ടെ, ഞങ്ങളവനെ പൊന്നുപോലെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ അദ്ദേഹത്തെ ഒരു പൊട്ടക്കിണറ്റിട്ട് തിരിച്ചു ചെന്നു. ആ തങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തെ മറച്ചു വെക്കാൻ വീണ്ടും കളവ് പറയുകയാണ്. അങ്ങനെയാണ് സ്വാഭാവികമായിക്കൊണ്ട് ഒരു കളവിനെ മറച്ചു വെക്കാൻ ഒരുപാട് കളവുകൾ പറയേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ. അവർ തങ്ങളുടെ പിതാവിന്റെ അടുക്കിലേക്ക് ഒരു ഇശാഇന്റെ സമയത്ത് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് സന്തോഷമാണ്, മനസ്സിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശല്യം ഒഴിഞ്ഞു കിട്ടിയെന്ന സന്തോഷമാണ്. പക്ഷെ അവർ കളവ് അഭിനയിച്ചുകൊണ്ട് തന്റെ സ്വന്തം പിതാവിന്റെ അടുക്കിലേക്ക് കളവ് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. മാത്രമല്ല വീണ്ടും അവർ പറഞ്ഞു, വതറക്കന യൂസുഫ ഇൻദ മതാഇന ഫഅകലഹു ദിഅബു. ഞങ്ങളുടെ കളിസാമാനങ്ങൾ അടുക്കലിൽ ആ യൂസുഫ് നബി വിട്ടിരുന്നു. പക്ഷേ ഒരു ചെന്നായ് വന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഭക്ഷിച്ചു, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു, തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. മാത്രമല്ല വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബി. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുപ്പായത്തിൽ ഒരു മൃഗത്തിന്റെ ചോരയാക്കി തങ്ങളുടെ പിതാവിനെ പറ്റിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. ആരായിരുന്നു അവരുടെ പിതാവ്? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അമിതമായ അദ്ദേഹം ദുഃഖിതനാവുകയാണ്. തന്റെ ഒരു പിഞ്ചു പൈതലിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുഃഖിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യാക്കൂബ് നബി ഒരു പ്രവാചകനാണ്. തന്റെ മക്കൾ തന്റെ പിഞ്ചു പൈതല് എന്ത് ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കാതെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മനസ്സിലായില്ല.
നമ്മുടെ നാട്ടിൽ ചില ആളുകൾ വിശ്വസിക്കുന്ന എന്താണ്, പ്രവാചകന്മാർ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയും, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ എന്ന് ഔലിയാക്കന്മാരെക്കുറിച്ച് പോലും വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിലുണ്ട്. എന്നാൽ തന്റെ അടുക്കൽ വന്നുകൊണ്ട് കളവ് പറയുന്ന തന്റെ പുത്രന്മാരെ തിരുത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കളവാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ കിണറ്റിൽ നിന്ന് എന്റെ മകനെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവരൂ എന്നല്ല മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും. അദ്ദേഹം പറഞ്ഞു ഫസബറുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക. തന്റെ പൊന്നോമന മകൻ ആ പൊട്ടക്കിണറ്റിൽ വീണുകിടക്കുന്നു എന്ന് ഒരു പിതാവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാചകം മാത്രമാണ് അദ്ദേഹം പറയുക. ആ തന്റെ കിണറ്റിൽ വീണുകിടക്കുന്ന പിഞ്ചു പൈതലിനെ നിങ്ങൾ വേഗത്തിൽ രക്ഷിച്ചു കൊണ്ടുവരൂ എന്നൊരു നിർദ്ദേശമല്ലേ ഒരു ആത്മാഭിമാന ഒരു തന്റെ പുത്രനോട് സ്നേഹമുള്ള ഒരു പിതാവ് പറയുക. പക്ഷെ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല. തന്റെ മക്കൾ പറയുന്ന കാര്യം അദ്ദേഹം വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരീക്ഷണങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമോ ആ പരീക്ഷണത്തിന് തുടക്കം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിക്കാൻ തുടങ്ങിയാണ്. ആ ഒരു പൊട്ടക്കിണറ്റിലാണ് അദ്ദേഹം വീണ് കിടക്കുന്നത്. ഒരു പ്രായപൂർത്തിയെത്താത്ത ഒരു പിഞ്ചു പൈതലാണ് മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. തന്റെ പിതാവിൽ നിന്ന് അദ്ദേഹം ഒറ്റപ്പെടുന്നു. തന്റെ സഹോദരന്മാർ ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന വേവലാതിയും ആവലാതിയും എത്രയായിരിക്കും. തന്റെ കുടുംബത്തിന്റെ പുറത്തുള്ള ആളുകളല്ല തന്നെ ഈ വഹീനമായ കൃത്യം ചെയ്തത്. തന്റെ രക്തത്തിലും അതുപോലെ തന്നെ തന്റെ സഹോദര്യത്തിലുമുള്ള സഹോദരന്മാർ ചെയ്യുമ്പോൾ ആ കുഞ്ഞു മനസ്സിനുണ്ടാകുന്ന വേവലാതിയും ആദിയും എത്രയായിരിക്കും. മാത്രമല്ല, ആ പൊട്ടക്കിണറ്റിൽ വിജനമായി ഇരിക്കുന്ന പ്രദേശത്ത് ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു മനസ്സിന്റെ വേദന എത്രയായിരിക്കും. സഹോദരന്മാർ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ ഒരു കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ആവലാതിയും പേടിയും ഭയവും എല്ലാം ആ മനുഷ്യന്റെ ആ കുഞ്ഞു മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തുമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു മനുഷ്യനെ, വിശ്വാസിയെ നിരായുധനാക്കുകയില്ല, അല്ലെങ്കിൽ ആ മനുഷ്യനെ അതിൽ നശിപ്പിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു രക്ഷപ്പെടുത്തി. ഒരു യാത്രാ സംഘം വന്നു, അവർ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നു. വശറഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ. അവർക്ക് ഈ കുഞ്ഞിന് ആവശ്യമില്ല, അവർ ഏതാനും ചില വെള്ളിക്കാശിന് ആ കുഞ്ഞിനെ വിൽക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ രണ്ടാമത്തെ പരീക്ഷണം വരുന്നു. അദ്ദേഹം വിൽക്കപ്പെടുന്ന ഒരു അടിമയായിക്കൊണ്ടാണ്. ഒരു പ്രവാചകന്റെ പുത്രനായിക്കൊണ്ട് ജനിച്ച് സ്വതന്ത്രനായിക്കൊണ്ട് ജനിച്ച് ജീവിച്ചൊരു പിഞ്ചു പൈതൽ, ഒരു എട്ടും പൊട്ടും തിരിയാത്ത എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പിഞ്ചു പൈതൽ അടിമയാക്കപ്പെടുകയാണ്. സാധാരണ ഒരു സ്വാതന്ത്ര്യമായി ജീവിക്കുന്ന, സ്വതന്ത്രനായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരുണ്ടാകുന്ന സ്വാതന്ത്ര്യമൊന്നും ഒരു അടിമയായിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യരുണ്ടാവുകയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാങ്ങിയ ആ യജമാന്റെ മനസ്സിൽ ഒരു കുറച്ച് കാരുണ്യമിട്ട് കൊടുക്കുന്നു. അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, അക്രീമി മസ്വാഹു അസാ യൻഫഅനാ ഔ നത്തഖിദഹു വലദ. ഈ പിഞ്ചു പൈതലിനെ നീ നന്നായി നോക്കണം, നന്നായി ആദരിക്കണം, നമുക്കവനൊരു മകനായിക്കൊണ്ട് വളർത്താം എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അവിടെ പറയാം. അങ്ങനെ വലിയ തന്റെ പിതാവിൽ നിന്ന് അകന്നിൽക്കുന്നുണ്ടെങ്കിലും വലിയ സൗകര്യങ്ങളോടുകൂടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രായപൂർത്തിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കുന്നു. ഇപ്രാവശ്യം പരീക്ഷണം പ്രായപൂർത്തിയത്തിന് ശേഷം ഒരു സ്ത്രീയെ കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. ഒരു പ്രായപൂർത്തിയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും സൗന്ദര്യമുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരീക്ഷ നൽകുന്നത് സ്ത്രീയെ കൊണ്ടാണ്. വറാവദത്തുല്ലതി ഹുവ ബി ബൈതിഹാ. അദ്ദേഹം ഏതൊരു വീട്ടിലാണോ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീയെ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പരീക്ഷിക്കുകയാണ്. അവർ ഒറ്റയ്ക്കായ സമയത്ത് വാതിലുകളെല്ലാം അടച്ച് തന്നെ ഒരു വേണ്ടാത്ത വൃത്തിക്ക് ആ സ്ത്രീ അദ്ദേഹത്തെ ക്ഷണിച്ചു. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഏകദേശം 10-ലധികം കാരണങ്ങൾ തനിക്ക് വ്യഭിചാരത്തിന് അനുകൂലമായിക്കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മുമ്പിലുണ്ടായിരുന്നു. ഒരു സ്ത്രീ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അവൾ വീടിന്റെ ഭരണാധികാരിയാണ്, സമ്പന്നയാണ്, അതുപോലെ തന്നെ എല്ലാം കൊണ്ടും തികഞ്ഞു നിൽക്കുന്ന പെണ്ണാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. കദാലിക നസ്രിഫ അൻഹു സുഅ വൽ ഫഹ്ശ. പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് കുതറിമാറി.
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ആ തിന്മയിൽ നിന്നും അതുപോലെ തന്നെ തോന്നിവാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. പക്ഷേ ആ പരീക്ഷണത്തിന് ശേഷം വീണ്ടും അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിക്കുന്നു. അദ്ദേഹം പോയത് പിന്നീട് ജയിലിലേക്കാണ്. ജയിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ബന്ധങ്ങൾ ആവശ്യമാണ്. എന്താണ് ജയിലിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ശിക്ഷ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ജയിലാണെങ്കിൽ പോലും, ഏത് നാട്ടിലെ ജയിലാണെങ്കിലും അവിടെ ഭക്ഷണം കിട്ടും, അതുപോലെ തന്നെ ഉറങ്ങാൻ സൗകര്യം ഉണ്ടാകും, ബാത്റൂം പോകാൻ സൗകര്യം ഉണ്ടാകും. ഇതെല്ലാം ഒരു മനുഷ്യന് ലഭിക്കും. പക്ഷെ പിന്നെന്താണ് ജയിലിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ? ജയിലിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങളെ മുറിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിക്കൊണ്ട്, പ്രത്യേകിച്ചും തന്റെ കുടുംബക്കാരുമായിക്കൊണ്ടും നാട്ടുകാരുമായിക്കൊണ്ടും താൻ സ്നേഹിക്കുന്ന ആളുകളുമായിക്കൊണ്ടുണ്ടാകുന്ന ബന്ധം മുറിയുമ്പോൾ അതൊരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മുറിവ് വലിയ ആഴത്തിലുള്ളത്. അതാണ് ജയിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ. രണ്ടു തരം ആളുകളാണ് സാധാരണ ജയിലിൽ പോകാറ്. ഒന്ന് അപരാധികൾ പോകും, കുറ്റവാളികൾ ജയിലിൽ പോകും. രണ്ട് നിരപരാധികളായ ആളുകൾ ജയിലിൽ പോകും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയതുപോലെ, അതുപോലെ തന്നെ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ പോയതുപോലെ ഒരുപാട് കാലം അദ്ദേഹം ജയിലിലായിരുന്നു. ഭരണാധികാരികൾ അള്ളാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ പോയി. 3 ഭരണാധികാരികളുടെ കാലത്ത് അദ്ദേഹം ജയിലിലായിരുന്നു. അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി എത്രയോ കാലങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. എന്തിനു വേണ്ടിയാണ്? ഭരണാധികാരികളുടെ തിട്ടൂരങ്ങൾക്ക് നിന്നുകൊടുക്കാതിരുന്നതിന്റെ പേരിൽ മഹാന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ജയിലിൽ പോയി എന്ന് മാത്രമല്ല, ആ ജയിലിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുക പോലും ചെയ്യുന്നത്. ആ ജയിൽവാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ മഹാന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാണ്, മാ യഫലു അദാഇബി, എന്റെ ശത്രുക്കൾ എന്നെ എന്ത് ചെയ്യാനാണ്? കാരണം എന്നെ എന്ത് ചെയ്താലും എനിക്കത് നന്മയാണ്. അദ്ദേഹം പറയുന്നു, അന ജന്നതി വ ബുസ്താനി ഫീ സദരി, എന്റെ ജീവിതത്തിന്റെ സന്തോഷവും എന്റെ ജീവിതത്തിന്റെ സ്വർഗവും എന്റെ പൂന്തോട്ടമെല്ലാം എന്റെ ഹൃദയത്തിലാണ്. വൈൻ സുജിത്തു ഫഖൽവതി ഖൽവത്തും ബിറബ്ബി, എന്നെ അവർ ജയിലിൽ അടച്ചാൽ എനിക്ക് ജയിൽ ഏകാന്തത ഉണ്ടാകും. ആ ഏകാന്തത ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ റബ്ബുമായിക്കൊണ്ടുള്ള ഏകാന്തതയ്ക്ക് വേണ്ടിയാണ്. അഥവാ റബ്ബുമായിക്കൊണ്ട്, പടച്ചവനുമായിക്കൊണ്ട് ഒഴിഞ്ഞിരിക്കാൻ എനിക്ക് ജയിലിൽ സാധിക്കും. എന്നാൽ വൈൻ ഖുതിൽതു, ഇനി എന്നെ അവർ കൊല്ലുകയാണെങ്കിൽ ഫശഹാദത്തി, അതെനിക്ക് ഷഹാദത്താണ്, അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം കിട്ടാൻ എനിക്ക് മാർഗമാണ്. ഇനി വൈൻ ഉഖ്രിജ്തു മിൻ ബലദി, എന്റെ നാടിൽ നിന്ന് അവർ നാട് കടത്തുകയാണെങ്കിലോ അത് ഫസിയാഹത്തി, എനിക്ക് നാടിലൂടെ സഞ്ചരിച്ച് ദീന്റെ ദഅവത്തുകൾ നടത്താനുള്ള അവസരമായിക്കൊണ്ട് എനിക്കത് മാറുമെന്ന് മഹാന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാൻ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണത്തെ അവൻ പോസിറ്റീവായി സമീപിക്കണം എന്നതിന്റെ ഒരു അടയാളം കൂടിയാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തന്റെ പിതാവ് അപ്പുറത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. തന്റെ മഹാനായ പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പുറത്ത് ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു പ്രവാചകനാണ്, അള്ളാഹുവിന്റെ വഹയുള്ള പ്രവാചകനാണ്. ആ പ്രവാചകൻ മഹാനായ തന്റെ പുത്രൻ ഒരു നാട്ടിൽ ജയിലിൽ കടക്കുന്ന വിവരം മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗൈബിയായ വിവരങ്ങൾ കൊണ്ട്, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ വിശ്വസിക്കുമ്പോൾ എവിടുന്ന് വിളിച്ചാലും എങ്ങനെയും കാണാൻ കഴിയുമെന്ന വിശ്വാസം, തന്റെ ബോധ്യം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നെങ്കിൽ ആ തന്റെ മകനെ രക്ഷപ്പെടുത്താനൊന്ന് പ്രാർത്ഥിക്കുമെങ്കിലും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുമായിരുന്നില്ലേ? അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വിശ്വസിക്കണം എന്താ? ചില ആളുകൾ ജയിലിൽ കുടുങ്ങിയപ്പോൾ CM മടവൂർ നേരെ സൗദി അറേബ്യയിലെ ജയിലിന്റെ വാതിൽ തുറന്ന് പാറാവുകാരൻ തട്ടിമാറ്റി ജയിലിൽ തുറന്ന് ആളെ രക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് കൊണ്ടുവന്നെന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് വിശ്വസിക്കുന്നു. ഇതൊന്നും അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിലോ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊന്നും ഇത്തരം കള്ളക്കഥകൾ നമുക്ക് കാണാൻ സാധ്യമില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് അറിയുന്നു പോലുമില്ല. തന്റെ മകൻ ജയിലിൽ കിടന്നു പ്രയാസപ്പെടുന്നു എന്ന വിവരം മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയുന്നില്ല. ഫലബിസ ഫിസ്സിജിനി ബിദ്അ സിനീൻ, 1-2 ദിവസമല്ല, ബിദ്അ സിനീൻ അഥവാ 7 മുതൽ 12 വരെയുള്ള വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അഥവാ 7 വർഷം മുതൽ 7ന്റെയും 12 വർഷത്തിന്റെയും ഇടയിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടന്നു. എന്തിനു വേണ്ടി? ഒരു തോന്നിവാസത്തിൽ നിന്ന് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്, ഖാല റബ്ബിസ്ജിനു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, പടച്ചോനെ ആ പെണ്ണിനെ എന്നെ ക്ഷണിച്ച് തോന്നിവാസത്തേക്കാൾ എനിക്ക് നല്ലത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിൽവാസമാകുന്നു എന്ന് മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും അങ്ങനെ അദ്ദേഹം ജയിലിൽ കടക്കുകയും ചെയ്തു. നിങ്ങൾക്കും അദ്ദേഹത്തിന് അവിടെ തന്റെ കൂട്ടുകാരായി കിട്ടിയത് 2 ആളുകളായിരുന്നു.
ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മറക്കാൻ പാടില്ല എന്നും ആ തന്റെ കിട്ടിയ അവസരങ്ങൾ എങ്ങനെയാണ് ആദർശ പ്രബോധനത്തിന് താൻ ചെലവഴിക്കേണ്ടത് എന്നതിന്റെയും ഒരു മാതൃക കൂടിയാണ് ഈ മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. തന്റെ ജയിൽ കടന്ന് തന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് കഴിയില്ല. തന്റെ കൂട്ടുകാരായിക്കൊണ്ട് രണ്ടാളുകൾ ജയിലിൽ വന്നു. ആ ജയിൽ വന്ന രണ്ടാളുകൾ മുസ്ലിമീങ്ങളല്ല, ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളാണ്, ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. ആ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ അവർ ഇന്നല്ലെങ്കിൽ നാളെ കൊല്ലപ്പെട്ടേക്കാം, അതിൽ രക്ഷപ്പെട്ടേക്കാം. എന്തായിരുന്നാലും ശരി, അവർക്ക് തൗഹീദിന്റെ വെളിച്ചം കിട്ടാതിരിക്കരുത് എന്ന ബോധ്യം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു. അപ്പൊ തന്റെ കൂടെ സഹവസിക്കുന്ന ആ ജയിൽവാസികളോട് തൗഹീദ് പറയാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്താണ് അദ്ദേഹം പറഞ്ഞ? യാ സാഹിബെ സിജിൻ, അല്ലയോ എന്റെ ജയിലിലെ കൂട്ടുകാരെ, അർബാബു മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഇതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. നിങ്ങൾ ഒരുപാട് ദൈവങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ്, ബഹുദൈവ വിശ്വാസികളാണ് നിങ്ങൾ. ഈ ബഹുദൈവത്വമാണോ അതല്ല ഏകദൈവത്വമാണോ നിങ്ങൾക്ക് നല്ലത്? ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കലാണോ അതല്ല ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖഹാറായ വാഹിദായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണോ നിങ്ങൾക്ക് നല്ലത് എന്ന തൗഹീദിന്റെ സന്ദേശം ആ ജയിൽവാസികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്ന് പറഞ്ഞ വിശ്വാസിയായ മനുഷ്യൻ അവൻ യാത്രയിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഒറ്റയ്ക്കിരുന്ന് പിന്നെ ദീർഘനേരം ഒരു മനുഷ്യരുമായി കൊണ്ട് സംസാരിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഒറ്റക്കൊഴിഞ്ഞിരിക്കേണ്ടി വന്നാൽ അവന് തൗഹീദിന്റെ ശബ്ദം ആ മനുഷ്യന്റെ കാതുകളിലേക്ക് എത്തിക്കാൻ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടാകണമെന്ന് കൂടിയാണ് ഈ മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളിൽ നിന്ന് വീണ്ടും അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്. ആ നാട്ടിലെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിൽ മോചിതനാകുമ്പോൾ താൻ എന്തൊരു കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ടാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്, ആ കുറ്റം തെളിയിക്കപ്പെടണമെന്ന ആഗ്രഹം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും മാർഗങ്ങൾ ഒരുക്കി. അവസാനം ആ സ്ത്രീകൾ തന്നെ പറഞ്ഞു, ഖുൽ ഹാശലില്ല മാ അലിംനാ അലൈഹി മിൻ സൂഇൻ. അവിടുത്തെ ആ നാട്ടിലെ സ്ത്രീകൾ ഒന്നടങ്കം പറഞ്ഞു, ആ കൊട്ടാരത്തിലെ സ്ത്രീ അടക്കം പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കപ്പെട്ട് അദ്ദേഹം ജയിലിൽ നിന്ന് മോചനായി ആ നാട്ടിന്റെ ഭരണാധികാരിയുടെ അടുക്കിലേക്ക് ചെല്ലാൻ. ഖാലൽ മലികു തൂനി ബി. ആ രാജാവ് പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരണം. അസ്തഖ്രിസുഹു ലിനഫ്സി, ഞാൻ എന്റെ സ്വന്തത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിക്കട്ടെ. അങ്ങനെ ഫലമ്മ കല്ലമഹു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി കൊണ്ട് അദ്ദേഹം വിശദമായി സംസാരിക്കുകയും ഖാല ഇന്നകൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ, ഇന്ന് താങ്കൾക്ക് എന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട്. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരീക്ഷണത്തിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ അദ്ദേഹം പരീക്ഷണങ്ങളിൽ നിന്ന് ജയിലിൽ കഴിഞ്ഞ് പൊട്ടക്കിണറ്റിൽ നിന്ന് ജയിലിലെത്തി, ജയിലിൽ നിന്ന് മോചിതനായി അദ്ദേഹം പോകുന്നത് അധികാരത്തിന്റെ കസേരയിലേക്കാണ്. അതും ഒരു പരീക്ഷണമാണ്. അധികാരത്തിന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിക്കാൻ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇദ്ദേഹത്തിന് ഇവിടെ അധികാരം കിട്ടി, പക്ഷെ തന്റെ പിതാവ് ഇപ്പോഴും ആ നാട്ടിൽ ഒറ്റക്കാട്, അദ്ദേഹം ദുഃഖിതനായി കഴിയുകയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നത് ആ പിതാവിനെ മകനിലേക്ക് എത്തിക്കാനുള്ള മാർഗത്തിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടിൽ ക്ഷാമം കൊടുത്തു. മഹാന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിക്കുന്ന നാട്ടിൽ ക്ഷാമമുണ്ടായി. സ്വാഭാവികമായി കൊണ്ടും ക്ഷാമം ഉണ്ടാകുമ്പോൾ രാജാവിന്റെ അടുക്കിലേക്ക് അവർ വരാൻ ആവശ്യക്കാരായി വന്നു, സഹോദരന്മാർ വന്നു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുമായി കൊണ്ട് കണ്ടുമുട്ടി. അവസാനം തന്റെ സഹോദരനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. സഹോദരനെ പിടിച്ചു വച്ചു. അങ്ങനെ പിതാക്കന്മാരെയും മാതാവിനെയും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ സന്ദർഭത്തിലും മഹാന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പടച്ചവനിലുള്ള തവക്കുൽ വിടുന്നില്ല. തന്റെ രണ്ട് മക്കളെ ബിന്യാമിനെയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തെ രക്ഷപ്പെട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, അസല്ലാഹു യഅ്തീനി ബിഹിം ജമീഅൻ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. എന്റെ രണ്ട് മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ എനിക്ക് തിരിച്ചു തന്നേക്കാം. അല്ലാഹുവിന്റെ പ്രതീക്ഷ അദ്ദേഹം കൈവടിയുന്നില്ല. ഇതിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ പ്രയാസവും എന്റെ ദുഃഖവുമൊക്കെ ഞാൻ എന്റെ റബ്ബിലേക്ക് മാത്രമാണ് ബോധിപ്പിക്കുന്നത്. ഈ വാചകത്തിൽ വലിയ ഗുണപാഠം സഹോദരന്മാർ എനിക്കും നിങ്ങൾക്കൊക്കെയുണ്ട്. എല്ലാ പ്രയാസത്തിന്റെയും വാതിലുകൾ, പ്രയാസത്തിനുമേൽ പ്രയാസങ്ങളും ദുഃഖത്തിന്മേൽ ദുഃഖവും വന്ന് ഘനീഭവിച്ച് നിൽക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതീക്ഷയുടെ വാതിൽ നമ്മൾ ഒരിക്കലും അടക്കാൻ പാടില്ല.
പടപ്പുകളിൽ നിന്നുള്ള എല്ലാ പ്രതീക്ഷകളും നമുക്ക് അവസാനിക്കുമ്പോഴും പടച്ചവനിൽ നിന്നുള്ള പ്രതീക്ഷ നമുക്കൊരിക്കലും അവസാനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്നമ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ പ്രയാസവും എന്റെ ദുഃഖവുമൊക്കെ ഞാൻ റബ്ബിലേക്കാണ് ബോധിപ്പിക്കുന്നത്. അവസാനം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ തിരിച്ചറിഞ്ഞു. അവസാനം അവർ ചോദിച്ചു, ഖാലു അഇന്നക ലഅൻത യൂസുഫ്, നീ യൂസുഫാണോ എന്ന് അവർ ചോദിച്ചു. ആ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടിയുണ്ട്. അതാണ് നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹം പറയാം, ഖാല അന യൂസുഫ്, അതെ ഞാൻ യൂസുഫാണ്. വഹാദ അഖി, ഇതെന്റെ സഹോദരൻ ബിന്യാമിനാണ്. ഖദ് മന്നല്ലാഹു അലൈനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വലിയ ഔദാര്യം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് എന്റെ മുമ്പിലേക്ക് നിങ്ങൾ എത്തിയത്? അദ്ദേഹം പറയും, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആര് സൂക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു, ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ജീവിതത്തിൽ ക്ഷമയും തഖ്വയും ഒരു മനുഷ്യൻ കൈവിടാതിരുന്നാൽ അവന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. ഞാൻ ജീവിതത്തിൽ ക്ഷമിക്കുകയും അതേപോലെ തന്നെ പടച്ച റബ്ബിനെ സൂക്ഷിക്കുകയും തിന്മകളിൽ നിന്ന് സാഹചര്യം ഉണ്ടായിട്ട് മാറി നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഒരു അവസരം കിട്ടിയത്. ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. പക്ഷേ അപ്പോൾ ആ തന്റെ സഹോദരന്മാർ ചെയ്ത വലിയൊരു തിന്മ അദ്ദേഹത്തിന്റെ മനസ്സിൽ ബാക്കിയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ എല്ലാ അവസരങ്ങളും എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞു, ഫഇൻ ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നൊരു പ്രതികാര നടപടിയുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതാണ് തന്നെ കൊല്ലാൻ വേണ്ടി പ്ലാനിങ് ഇട്ട് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് പോന്ന തന്റെ സ്വന്തം സഹോദരന്മാർക്ക് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തു കൊടുക്കുകയാണ്. അദ്ദേഹം പറയാണ്, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ. ഇതിന് നമുക്ക് വലിയ ഗുണപാഠങ്ങളൊക്കെ ഉണ്ട്. വിശ്വാസികളായ ആളുകൾക്ക് ഒരുപക്ഷെ മാനസികമായും ശാരീരികമായും ഇങ്ങോട്ട് ഒരുപാട് ഉപദ്രവങ്ങൾ കുടുംബത്തിൽ നിന്നുണ്ടാകും, നാട്ടുകാരിൽ നിന്നുണ്ടാകും, വീട്ടുകാരിൽ നിന്നുണ്ടാകും. അതുപോലെ തന്നെ എല്ലാ ആളുകളിൽ നിന്നും നമ്മൾ ഒരുപക്ഷെ തിന്മകൾ കൊണ്ട് പൊറുതിമുട്ടിയ ആളുകളായിരിക്കാം. പക്ഷെ നമ്മൾ പറയേണ്ട മറുപടി ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നമുക്ക് പ്രതികാരം ചോദിക്കാൻ കിട്ടിയ അവസരങ്ങൾ അത് മുതലാക്കുകയില്ല വേണ്ടത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ അന്ന് ഈ ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾക്ക് പുറത്തു കൊടുത്തു എന്നൊക്കെ ചില ചരിത്രത്തിൽ കാണാം. തന്നെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കി, തന്നെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചു, തന്റെ വീട് വളഞ്ഞു, തന്റെ എല്ലാവിധത്തിലുള്ള പരിക്കുകളും ഏൽപ്പിച്ച ആ പ്രവാചകന്റെ എതിരാളികൾ ഒന്നൊന്നായി നമ്ര ശിരസ്കരായി പിന്നെ മുതുക് കുനിച്ചുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ നിൽക്കുമ്പോഴും മഹാനായ പ്രവാചകൻ പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരന്മാർ പറഞ്ഞ ആ വാചകമല്ലാത്ത തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്കൊക്കെ പുറത്തുതരട്ടെ എന്ന് ആ വാചകമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരങ്ങൾ ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയാണ്. ആ പ്രവാചകന് അധികാരം ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന് അന്ത്യമുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു പരീക്ഷണം നൽകുമ്പോൾ അതിൽ ക്ഷമിച്ചു നിൽക്കുകയും അതുപോലെ തന്നെ പടച്ച റബ്ബിനെ മറക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം വിശ്വാസികൾക്കുണ്ടാകും. അതായിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന് നിദാനമെന്നാണ് ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ക്ഷമയും തഖ്വയും കൈവിടാതിരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മിസ്റിന്റെ ഭരണാധികാരിയായി ചുമതലയേറ്റ സന്ദർഭത്തിൽ ഒരധികാരം കിട്ടുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറക്കാതെ, കാരണം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ കൊണ്ടെത്തി ആ നാട്ടിൽ ഒരു ഭരണകൂടത്തിൻ്റെ കസേരയിൽ ഇരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അദ്ദേഹം മറക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ അവസാന ഭാഗത്ത് ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ അധികാരത്തിൽ നിന്ന് ഒരുപാട് നീ എനിക്ക് നൽകിയിട്ടുണ്ട്. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറയാനുള്ള കഴിവ്, അതിനൊരു പ്രത്യേകമായ നൈപുണ്യം നീ എനിക്ക് നൽകി. ഫാത്തിറസ് സമാവാതി വൽ അർദ്,
ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബേ, അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. ഈ എൻ്റെ അധികാരങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തത് എൻ്റെ കഴിവ് കൊണ്ടോ അതല്ലെങ്കിൽ എൻ്റെ മേന്മ കൊണ്ടോ. അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. പടച്ചോനെ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ വലിയ്യ്. ഇനി എനിക്കൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എല്ലാ പരീക്ഷണങ്ങളും ഞാൻ നേരിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇനി ഒരു മനുഷ്യനുണ്ടാകുന്ന സ്ത്രീകൾ കൊണ്ടുള്ള, അതുപോലെ തന്നെ ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടും പട്ടിണി കൊണ്ടും പേടി കൊണ്ടും എല്ലാം എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും അതെല്ലാം ഒരുപക്ഷെ ഞാൻ വിജയിച്ചിട്ടുണ്ടാകും. ഇതുകൊണ്ട് ഇനി അവസാനം തവഫനി മുസ്ലിമൻ, നീ എന്നൊരു മുസ്ലിമായിക്കൊണ്ട് മരിപ്പിക്കണം. വൽഹഖിനി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ സജ്ജനങ്ങളുടെ കൂടെ നീ എന്നെ സ്വർഗത്തിൽ ഉൾച്ചേർത്തുകയും ചെയ്യണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രവാചകന്റെ പുത്രനായിട്ട്, ഒരു പ്രവാചകനായി അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച ഒരു പ്രവാചകൻ കൂടിയാണല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് തവഫനി മുസ്ലിമൻ, അള്ളാഹു നീ എന്നെ ഒരു മുസ്ലിമായിക്കൊണ്ട് മരിപ്പിക്കണം. പരീക്ഷണങ്ങൾ സഹോദരന്മാർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, പലതരത്തിലുണ്ടാകും. സമ്പത്ത് കൊണ്ടുണ്ടാകും, അതുപോലെ തന്നെ സ്ത്രീകളെ കൊണ്ടുണ്ടാകും, അധികാരങ്ങൾ കൊണ്ടുണ്ടാകും, പട്ടിണി കൊണ്ടുണ്ടാകും, രോഗങ്ങൾ കൊണ്ടുണ്ടാകും, ഒരുപക്ഷെ ജയിൽവാസം കൊണ്ടുണ്ടാകും, ഒറ്റപ്പെടലുണ്ടാകും. ഇങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും വന്നാലും അവസാനത്തെ നിമിഷം ഒരു മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കുന്നൊരവസ്ഥ വന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ നഷ്ടമാണ്. മുസ്ലിമായിക്കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ വൽഹഖിനി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ സുന്ദരമായിക്കൊണ്ട് കഴിയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്ന മഹത്തായ ചരിത്രമാണ് മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടുന്ന പാഠം. ഇനിയുള്ള ജീവിത പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടും എല്ലാ തരത്തിലും അള്ളാഹു പരീക്ഷിച്ചേക്കാം. പക്ഷേ സമ്പത്ത് നൽകി പരീക്ഷിക്കും, നൽകാതെ പരീക്ഷിക്കും, രോഗം കൊണ്ട് പരീക്ഷിക്കും, ആരോഗ്യം നൽകി പരീക്ഷിക്കും, അധികാരം നൽകിയും അധികാരം എടുത്തു കളഞ്ഞൊക്കെ പരീക്ഷിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല മറക്കാതെ തഖ്വ കൈവിടാതെ ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം പുറത്തു മാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജാമ്യയിലെ ഒരു വിദ്യാർത്ഥി ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻ്റ്, അദ്ദേഹം ആശുപത്രിയിലാണ്. ഇന്ന് രാവിലെ സർജറി കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രിയപ്പെട്ട വിദ്യാർത്ഥിക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമായി ശിഫ നൽകി വീണ്ടും ക്ലാസ്സുകളിലേക്കും പഠനത്തിൻ്റെ മേഖലയിലേക്കും തിരിച്ചു വരാൻ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന് വിവിധ ഭാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا ارحم الراحمين.